വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് 3 ഫോംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പാറ് ഫസ്റ്റ് കേസ് ആയിരുന്നു. സെക്കൻഡ് കേസ് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പാറ്. തേർഡ് വൺ ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പാറ്. ഈ 3 കേസായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 3 കേസുകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഡിബഞ്ചർ ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്, ദെൻ ഡിസ്കൗണ്ടിൽ, ദെൻ പ്രീമിയത്തിൽ. പക്ഷേ റിഡംഷൻ എന്ന് പറയുന്ന 3 കേസിലും പാറിൽ തന്നെയാണ് 3 കേസിലും റിഡംഷൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത 3 കേസുകൾ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് പാറിൽ, പ്രീമിയത്തിൽ, ഡിസ്കൗണ്ടിലായിരിക്കും. എന്നാൽ റിഡംഷൻ 3 കേസുകളിലും, ഇനി പറയാൻ പോകുന്ന 3 കേസുകളിലും റിഡംഷൻ എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജേണൽ എൻട്രിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ നോക്കാം. നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ 6 കേസുകളിൽ, നമ്മൾ പറഞ്ഞ 6 കേസുകളിൽ 4th കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പ്രീമിയം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 കേസുകൾ പറഞ്ഞിരുന്നു. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പാറ്, ഡിസ്കൗണ്ട്, പ്രീമിയം. എന്നാൽ റിഡംഷൻ ചെയ്യുന്നത് 3ഉം സെയിം ആയിരുന്നു. പാറിൽ മാത്രമായിരുന്നു റിഡംഷൻ ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ ബാക്കി 3 കേസുകൾ എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പാറ്, പ്രീമിയം, ഡിസ്കൗണ്ട് ഒക്കെ തന്നെയാണ്. പക്ഷേ റിഡംഷൻ ചെയ്യുന്നത് 3 കേസും എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 കേസും റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഈ കാര്യം മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 3 കേസുകളിലും ജേണൽ എൻട്രി, ഇഷ്യൂ ജേണൽ എൻട്രിയും റിഡംഷൻ ജേണൽ എൻട്രിയും സെയിം തന്നെയാണ്. പക്ഷേ എമൗണ്ട് കാൽക്കുലേഷൻസിൽ ചെറിയ മാറ്റങ്ങൾ കടന്നു വരും. ഓക്കെ, എന്താണ് നമുക്ക് ഈ 4th കേസ് നോക്കാം. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പ്രീമിയമാണ്. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താണ്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ, loss on issue of debentures account after to debentures account to premium on redemption of debentures account. ഓക്കെ, ഇതാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പ്രീമിയം. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനിക്ക് അറിയാം റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണെന്ന്. ഓക്കെ, അപ്പോൾ പാറിൽ ഇഷ്യൂ ചെയ്ത ഒരു ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് വെക്കുക. ഇനി ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. നമ്മളെല്ലാത്തിലും പറഞ്ഞ പോലെ 1000 ഡിബഞ്ചേഴ്സ്, 100 പെർ ഡിബഞ്ചർ. ഒരു ഡിബഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പ്രീമിയം. ഓക്കെ, പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇഷ്യൂ പ്രൈസിൻ്റെ 10% ആണ്. ഓക്കെ, 100ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10 രൂപ, 10 റുപ്പീസ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് കാൽക്കുലേഷൻ എങ്ങനെയാണ്? ബാങ്കിലേക്ക് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബാങ്കിലേക്ക് വരുന്നത് 1000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100. ഓക്കെ, 100ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 lakh. ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇനി നെക്സ്റ്റ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എന്താണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ അക്കൗണ്ട് ഒരു ക്യാപിറ്റൽ ലോസ് അക്കൗണ്ട്, ഒരു ക്യാപിറ്റൽ ലോസ് ആണ്. സത്യത്തിൽ ഇതൊരു ക്യാപിറ്റൽ ലോസ് ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് പാറിലും റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലും ആകുന്ന സമയത്ത്, ഓക്കെ, 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 110 കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലോസ്. ഓക്കെ, ആ 10 റുപ്പീസ് ലോസാണ് ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റൽ ലോസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഈ ലോസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനിക്ക് അറിയാം മടക്കി കൊടുക്കുന്നത് പ്രീമിയത്തിലാണെന്ന്. അപ്പോൾ ആ ക്യാപിറ്റൽ ലോസ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ റിഡംഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ലോസിനെ ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. ഓക്കെ, ഈ ക്യാപിറ്റൽ ലോസായ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അക്കൗണ്ട് ക്യാപിറ്റൽ ലോസ് ആണ്. മാത്രമല്ല ഇതൊരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിക്റ്റീഷ്യസ് അസറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. ഓക്കെ, ഈ ഫിക്റ്റീഷ്യസ് അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു.
ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, അതുപോലെ തന്നെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്? 1000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു നമ്മൾ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്, 10% പ്രീമിയം, ദാറ്റ് ഈസ് 10 റുപ്പീസാണ്, ഇൻറ്റു 10,000 ആണ് എമൗണ്ട് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഈ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 ടൈപ്പ് ജേണൽ എൻട്രി പറഞ്ഞു. അതിൽ സെക്കൻഡ് ടൈപ്പ് ജേണൽ എൻട്രി, രണ്ടാമത് പറഞ്ഞ ജേണൽ എൻട്രി ഫോം ഒന്ന് ഓർത്ത് നോക്കുക. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പാർ ആയിരുന്നു അന്ന് രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജേണൽ എൻട്രി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു മാറ്റം വന്നിരുന്നു. ആ ഇഷ്യൂ ജേണൽ എൻട്രി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇതായിരുന്നു സെക്കൻഡ് കേസിൽ നമ്മൾ ഇഷ്യൂ ജേണൽ എൻട്രി ചെയ്തിരുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഐറ്റം, ഇത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത സമയത്ത് ഉണ്ടായ ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നാണ് കൊടുത്തത്. ഓക്കെ, എന്നാൽ ഇവിടെ പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അതിൽ വ്യത്യസ്തമാവുന്നത് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് പറയുന്നത്. ഇതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഫിഫ്ത്ത് കേസ്, നെക്സ്റ്റ് കേസ് പറയുന്ന സമയത്ത് ഇവിടെ പാറിൻ്റെ പകരം നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, ദെൻ റിഡംഷൻ അറ്റ് പ്രീമിയത്തിൽ റിഡംഷനും ചെയ്യുന്നു. ഓക്കെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, പ്രീമിയത്തിൽ റിഡംഷനും ചെയ്യുന്നു. ഈ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ടിൻ്റെ ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയത്തിൻ്റെ ലോസ് ഉണ്ടാവും. ഈ രണ്ട് ലോസിനെയും നമ്മൾ കാണിക്കാനും ഈ ഒരു അക്കൗണ്ട് വഴി തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഈ അക്കൗണ്ടിന് പകരമായിട്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ലോസ് അക്കൗണ്ട് വെച്ചുകൊണ്ട് ഡിസ്കൗണ്ട് ലോസ് കാണിക്കാൻ ഉപയോഗിക്കുന്നില്ല. ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡിബഞ്ചറിൻ്റെ ലോസ്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചറിന് ഉണ്ടാകുന്ന ലോസും പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറിന് ഉണ്ടാകുന്ന ലോസും, ഈ രണ്ട് ലോസും അഡ്ജസ്റ്റ് ചെയ്യാനും ഈ ഒരു സെയിം അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10,000. ഓക്കെ, ഇനി ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ തന്നെയാണ് വരിക, 1 lakh. ഓക്കെ, ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എന്താണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ഓക്കെ, ഈ ലയബിലിറ്റി ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സെൽ കാണിക്കുന്ന ഒരു ലയബിലിറ്റിയാണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫേം കൊടുത്തു തീർക്കേണ്ട ഒരു ലയബിലിറ്റിയാണ് ഈ ലയബിലിറ്റി. ഈ ലയബിലിറ്റി എപ്പോഴാണ് ഉണ്ടാകുന്നത്? പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലയബിലിറ്റിയാണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഡിബഞ്ചറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ലയബിലിറ്റിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 10,000 തന്നെയാണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10% ആണ് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആ 10% വെച്ച് നോക്കുമ്പോൾ 1000 ഡിബഞ്ചേഴ്സിന് 10 വെച്ചുകൊണ്ട് 10,000 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാർ, റിഡംഷൻ അറ്റ് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുകയും പാറിൽ ഇഷ്യൂ ചെയ്യുകയും അല്ലെങ്കിൽ പാറിൽ ഇഷ്യൂ ചെയ്യുകയും പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുകയും സമയത്തുണ്ടാവുന്ന ഇഷ്യൂ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഈ കോൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻട്രിയാണ്. ഇനി നമ്മൾ പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ്. ഓക്കെ, ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാർ, റിഡംഷൻ അറ്റ് പ്രീമിയം. ഓക്കെ, എന്താണ്
ഈ ഒരു കേസിൽ ഡിബഞ്ചർ പാറിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിഡംഷൻ ജേണൽ എൻട്രിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റിഡംഷൻ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ജേണൽ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എമൗണ്ട് കാൽക്കുലേഷൻസ് എന്ന് പറയാം. 1000 ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിന് 100, 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ഓക്കെ, റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. അതുകൊണ്ട് തന്നെ 1000 ഡിബഞ്ചേഴ്സിന് 10 വെച്ചുകൊണ്ട് 1 ലാക്കാണ്, 10 അല്ല 100 വെച്ചുകൊണ്ട് 1 ലാക്കാണ് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1000 ഡിബഞ്ചേഴ്സിന് 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അപ്പോൾ 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. 1000 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 10 വെച്ചുകൊണ്ടാണ്, 10% പ്രീമിയമാണ്, 10 വെച്ചുകൊണ്ടാണ് നമ്മൾ 10,000 അവിടെ കണ്ടത്. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ടോട്ടൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് 1,10,000 ആണ്. അത് തന്നെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്കിലും കൊടുക്കേണ്ടത്, ബാങ്കിൽ നിന്നും ഇഷ്യൂ ചെയ്യേണ്ടത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓക്കെ 1,10,000. അപ്പോൾ ഇതാണ് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാർ, റിഡംഷൻ അറ്റ് പ്രീമിയം. ഈ ജേണൽ എൻട്രിയുടെ കേസിൽ നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഐറ്റം ഇവിടെ വന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് 5th ടൈപ്പ് ജേണൽ എൻട്രി ആണ്. എന്താണ് 5th ടൈപ്പ് ജേണൽ എൻട്രി നോക്കാം. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം. ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയും അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലുമാകുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ് ആണ്. ഓക്കെ, ഈ ജേണൽ എൻട്രിയിൽ പ്രധാനമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, എൻട്രി കഴിഞ്ഞ ജേണൽ എൻട്രി പോലെ സെയിം തന്നെയാണ്. ഓക്കെ, ഇഷ്യൂ എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ എമൗണ്ട് കാൽക്കുലേഷൻസിൽ ചെറിയൊരു മാറ്റം വരും. നമുക്ക് എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. 1000 ഡിബഞ്ചേഴ്സ് തന്നെ, 1000 നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 100 റുപ്പിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് 10% ആണ് ഇഷ്യൂ പ്രൈസിൻ്റെ എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യുന്ന പ്രീമിയത്തിലാണ്, പ്രീമിയം 10% ആണെന്നൊരു അസ്യൂം ചെയ്യുക. പ്രീമിയം. ഓക്കെ, ഇനി എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 ഇൻറ്റു 100 വരില്ല. 100 വരാത്തതിൻ്റെ കാരണം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, കഴിഞ്ഞ ജേണൽ എൻട്രിയിൽ പാറിലായതുകൊണ്ട് 100 വരുമായിരുന്നു. പക്ഷേ ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്ര % ഡിസ്കൗണ്ടാണ്? 10% ഡിസ്കൗണ്ടാണ്. ഓക്കെ, 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഓക്കെ, 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 ആണ്, 10 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ 10 റുപ്പീസ് ഡിസ്കൗണ്ടിലാണെന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 10 റുപ്പീസ് മൈനസ് ചെയ്യുന്ന സമയത്ത് 90. ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 90, ദറ്റ് ഈസ് 90,000 ആണ് ബാങ്കിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിലേക്ക് വരുന്ന ലോസ് എന്ന് പറയുന്നത് ഏതൊക്കെ നോക്കാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ജേണലിൻ്റെ കൂടെ പറഞ്ഞു, പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ലോസും അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ ആ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ലോസും, ഇങ്ങനെ 2 ലോസ് ഈ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ജേണൽ എൻട്രിയിൽ നമ്മൾ പഠിച്ചതായിരുന്നു. പക്ഷേ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ തന്നെയാണ്. ഓക്കെ, ടോട്ടൽ ലോസ് ഈ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ജേണൽ എൻട്രി വന്നാൽ ഇങ്ങനെയുള്ള ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്ന ടൈപ്പ് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്ന ജേണൽ എൻട്രി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസ് വന്നു കഴിഞ്ഞാൽ
ഈ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ തന്നെയാണ് എന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എത്രയാണ് ലോസ് വരുന്നത് നോക്കാം. ഡിസ്കൗണ്ടിൻ്റെ ലോസ് 10 റുപ്പീസാണ്. ഡിസ്കൗണ്ട് ലോസ് 10% ആയതുകൊണ്ട് 10 റുപ്പീസാണ്. 100ൻ്റെ 10 റുപ്പീസ്. ഓക്കെ, അതുപോലെ തന്നെ പ്രീമിയം 10% പ്രീമിയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഓക്കെ, സോ 1000 ഇൻറ്റു ഡിസ്കൗണ്ടിൻ്റെ ലോസ് നമ്മൾ പറഞ്ഞു 10,000 ആണ് ഡിസ്കൗണ്ട് ലോസ്. അതുപോലെ തന്നെ 1000 ഇൻറ്റു 10 തന്നെയാണ് പ്രീമിയത്തിൻ്റെതും 10 തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും 10,000 പ്രീമിയം ലോസ്. പ്രീമിയത്തിൽ റിഡീം ചെയ്യുന്നതിൻ്റെ ലോസ് 10,000 തന്നെയാണ്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ലോസും 10,000 ആണ്. സോ ടോട്ടൽ 10,000 പ്ലസ് 10,000 20,000. ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ടോട്ടൽ ലോസാണ്. ഏതൊക്കെയാണ് ടോട്ടൽ ലോസ് വരുന്നത്? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ലോസും പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്നതിൻ്റെയും 2 ലോസും കൂടിയാണ് 20,000 വന്നത് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് എത്രയാണ് വരിക? ഓക്കെ, നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പോലും ഡിബഞ്ചേഴ്സിന് നമ്മൾ ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നോമിനൽ വാല്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരും. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 1000 ഇൻറ്റു 100 ആണ് നോമിനൽ വാല്യൂ. സോ 1 lakh ആണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരുന്നത്. നോമിനൽ വാല്യൂ 1 lakh. നമ്മൾ 90,000 ആണ് വാങ്ങിയത്, ഇഷ്യൂ ചെയ്തത് 100 ആണെങ്കിലും 10% ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത സാധനമാണെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് നോമിനൽ വാല്യൂയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ 1000 ഡിബഞ്ചേഴ്സിന് 100 വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ 10% ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് ആ ലോസ് കമ്പനി സഹിക്കണം. പക്ഷേ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അതാണ് ഇവിടെ 1 lakh കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ ജേണൽ എൻട്രിയിൽ നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് തന്നെ പ്രീമിയത്തിൻ്റെ ഒരു ലോസ് ഉണ്ട്. പ്രീമിയത്തിൻ്റെ ലോസ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, അത് മാത്രമേ ഏതിൽ കാണിക്കാൻ പാടുള്ളൂ? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ ഡിസ്കൗണ്ടിൻ്റെ ലോസ് ഇവിടെ കാണിക്കാൻ പാടില്ല. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. കാരണം പ്രീമിയം എന്ന് പറയുന്നത് 10% ആണ്. അതുകൊണ്ട് തന്നെ ഇഷ്യൂ പ്രൈസിൻ്റെ 10% 1000 ഡിബഞ്ചേഴ്സിന് കാണിക്കുമ്പോൾ 10,000 ആണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 90,000, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 20,000. ഓക്കെ, ഇവിടെ ടോട്ടൽ ലോസ് ആണെന്ന് മനസ്സിലാക്കുക. ഡിസ്കൗണ്ടിൻ്റെയും പ്രീമിയത്തിൻ്റെയും നോമിനൽ എമൗണ്ട് തന്നെയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത്. ഓക്കെ, പ്രീമിയം ഓൺ റിഡംഷൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പ്രീമിയത്തിൻ്റെ ലോസ് മാത്രമാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് 10,000. ഇങ്ങനെയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ റിഡംഷൻ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിൽ റിഡീം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിഡംഷൻ ജേണൽ എൻട്രിയാണ് നമ്മൾ പറയുന്നത്. ജേണൽ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ജേണൽ ടൈപ്പിൽ വരുന്ന അതേ സെയിം ജേണൽ എൻട്രി തന്നെയാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ഓക്കെ, ഇത് തന്നെയാണ് എൻട്രീസ്. എമൗണ്ട് എന്ന് പറയുന്നത് 1000 ഡിബഞ്ചേഴ്സ്, ഒരു ഡിബഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 100 ആണ്. നമ്മൾ റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 1000 ഇൻറ്റു 1000 ഡിബഞ്ചേഴ്സിന് 100 വെച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്. അതുപോലെ തന്നെ 1000 ഡിബഞ്ചേഴ്സിന് 10 ആണ്, 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, സോ എമൗണ്ട് എന്ന് പറയുന്നത് 1000 ഡിബഞ്ചേഴ്സിന് 10 വെച്ചുകൊണ്ട് 10,000 വരും. ടോട്ടൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് 1,10,000 തന്നെയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്കിലേക്കും 1,10,000 തന്നെയാണ് കാണിക്കേണ്ടത്. 1,10,000. ഓക്കെ, ഇതാണ് ഡിബഞ്ചർ ഇഷ്യൂ ഡിസ്കൗണ്ട് റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്ന കേസിൽ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. റിഡംഷൻ്റെ കേസിൽ വരുന്ന എൻട്രി സെയിം തന്നെയാണ്. 4th കേസിൽ പറഞ്ഞ സെയിം എൻട്രി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ at the time of redemption debentures account after premium on redemption of debentures account after to debenture holders account after to bank ഇങ്ങനെ 2 എൻട്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്താറ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 6th കേസാണ് പറയുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു, റിഡംഷൻ ചെയ്യുന്നത്
പ്രീമിയത്തിൽ തന്നെയാണ്. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ പഠിച്ചത് തേർഡ് കേസ് ആയിരുന്നു. ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പാർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ സിക്സ്ത് കേസിൽ പറയുന്നു ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, അതുപോലെ തന്നെ പക്ഷേ റിഡംഷൻ പ്രീമിയത്തിലാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് ഇഷ്യൂ ടൈമിലെ ജേണൽ എൻട്രി എന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. പക്ഷേ മറ്റൊരു ഐറ്റം കൂടി ഇവിടെ വന്നിട്ടുണ്ട്, ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഇവിടെ വന്നതെന്ന് പറയാം ആദ്യം. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരാനുള്ള ഒരു കാരണം ഇഷ്യൂ അറ്റ് പ്രീമിയം, ഈ ഒരു കോൺസെപ്റ്റാണ് ഇഷ്യൂ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താൽ എപ്പോഴും ഇഷ്യൂ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് സൈഡിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരും. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ടൈപ്പിൽ പറഞ്ഞിരുന്നു ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പാർ എന്ന് പറയുന്ന കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇഷ്യൂവിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തപ്പോൾ വന്ന എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ഈ രീതിയിലായിരുന്നു ജേണൽ എൻട്രി വന്നിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലായതുകൊണ്ടാണ് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വന്നത്. ഓക്കെ, അത് പക്ഷേ റിഡംഷൻ പ്രീമിയത്തിൽ വരുമ്പോഴാണ് ഇവിടെ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. 1000 ഡിബഞ്ചേഴ്സ്, 1000 നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 100 ആണ്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത് 10 റുപ്പീസ് അല്ലെങ്കിൽ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂ പ്രീമിയം. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ റിഡംഷൻ ചെയ്യുന്നതും പ്രീമിയത്തിലാണ്, അതും 10% തന്നെയാണെന്ന് അസ്യൂം ചെയ്യുക. റിഡംഷൻ, ഓക്കെ, റിഡംഷൻ പ്രീമിയം 10%. ഇനി എമൗണ്ട് വരുന്നത് നോക്കാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്രയാണ് എമൗണ്ട് വരിക എന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലായതുകൊണ്ട് തന്നെ നോമിനൽ വാല്യൂ പ്ലസ് പ്രീമിയം വാല്യൂ കൂടി വരും ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത് നോക്കാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 ഡിബഞ്ചേഴ്സിന് 100 റുപ്പിയാണ് നോമിനൽ വാല്യൂ, എന്നാൽ 10% പ്രീമിയം. ഓക്കെ, 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 തന്നെയാണ്. ടോട്ടൽ 110, 110 വെച്ചിട്ടാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക. ദാറ്റ് ഈസ് 1,10,000 ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. എന്നാൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് വരുന്നത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉള്ള ലോസ് അല്ല, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉള്ള 10% അല്ല എടുക്കുക. റിഡംഷൻ ചെയ്യുന്ന സമയത്തുള്ള 10% ആണ് ഇവിടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് വരിക. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ലോസ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും എമൗണ്ട് വരിക എന്ന് പറയുന്നത് 1000 ഡിബഞ്ചേഴ്സിന് റിഡംഷൻ പ്രീമിയത്തിലാണ്, അത് തന്നെ 10% പ്രീമിയത്തിലാണ് റിഡംഷൻ ചെയ്യുന്നത്. സോ 10 തന്നെയായിരിക്കും വരിക. 1000 × 10 ദാറ്റ് ഈസ് 10,000. ഓക്കെ, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നോമിനൽ വാല്യൂ തന്നെയാണ് വരിക. ദാറ്റ് ഈസ് 1000 × 100 1 lakh. ഓക്കെ, ദെൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്നത് 10%-ലാണ്. അതുകൊണ്ട് തന്നെ 1000ൻ്റെ 10% അല്ലെങ്കിൽ 1000 × 10. ഓക്കെ, ദാറ്റ് ഈസ് 10,000 തന്നെയാണ്. ഇവിടെ വന്ന ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്ന റിഡംഷൻ ലോസ് തന്നെയാണ് ഇവിടെയും വരിക. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെയും വരിക. ഓക്കെ, ഇനി ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 10% ആയിരുന്നു. ഓക്കെ, ആ 10% നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ച ആ 10% ആണ് ഇവിടെ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ ആയതുകൊണ്ട് തന്നെ 1000 × 10. ഓക്കെ, ഇവിടുത്തെ 10 എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലായതുകൊണ്ടുള്ള ആ പ്രീമിയം എമൗണ്ട് ആണ് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്ന ഇഷ്യൂ ജേണൽ എൻട്രിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തതിൻ്റെ ഫലമായിട്ട് നോമിനൽ വാല്യൂ പ്ലസ് പ്രീമിയം വാല്യൂ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന വാല്യൂ 10 ആണ്. ഓക്കെ, ഇത് ഇഷ്യൂ ചെയ്യുന്ന വാല്യൂ ആണ്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റുപ്പീസാണ് ഈ 10 എന്ന് പറയുന്നത്, അല്ലാതെ റിഡംഷൻ ചെയ്യുന്നതിൻ്റെ റുപ്പീസ് അല്ല. ഓക്കെ, അത് വെച്ചുകൊണ്ട് 1,10,000
എന്നാൽ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുന്നതിൻ്റെ ലോസാണ്. ആ 10 റുപ്പീസാണ് ഇവിടെ നമ്മൾ എടുത്തത്. ഓക്കെ, ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നോമിനൽ വാല്യൂ ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഈ 10,000 തന്നെയാണ് ഇവിടെ വരിക. കാരണം പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ലോസാണ് ഇവിടുത്തെ ലോസായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ലയബിലിറ്റി ആയിട്ട് വരുന്നത് ഓക്കെ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്ത സമയത്തുണ്ടായ 10 ആണ് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജേണൽ എൻട്രി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി റിഡംഷൻ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഓക്കെ, 6th കേസ് ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിൽ തന്നെ റിഡീം ചെയ്യുന്നു അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. റിഡംഷൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രി തന്നെയാണ് നമ്മൾ പറയുന്നത്. റിഡംഷൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രി നമ്മൾ കഴിഞ്ഞ ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഓക്കെ റിഡംഷൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രീമിയം ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. 1000 ഡിബഞ്ചേഴ്സ് 100 പെർ ഡിബഞ്ചർ 10% പ്രീമിയത്തിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 1000 ഇൻറ്റു 100. അതുപോലെ തന്നെ പ്രീമിയം ഓൺ റിഡംഷൻ പ്രീമിയത്തിലാണ് 10% പ്രീമിയത്തിലാണ് റിഡംഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 10,000 തന്നെയാണ് ഇവിടെ വരിക. ടോട്ടൽ 1,10,000. അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 1,10,000 തന്നെയാണ് ടു ബാങ്ക് എന്ന് കൊടുക്കുന്നതും. ഓക്കെ, ഇത് തന്നെയാണ് കഴിഞ്ഞ 3 അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത 4th, 5th, 6th ടൈപ്പ് ഡിബഞ്ചർ ഇഷ്യൂവിലും അതുപോലെ റിഡംഷനിലും സെയിം ജേണൽ എൻട്രീസും എമൗണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ഈ എൻട്രിയാണ് നമ്മൾ സാധാരണ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്നതിൽ റിഡംഷൻ എൻട്രി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 6 കേസുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പാറ്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പാറ്. തേർഡ് കേസ് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പാറ്. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കേസുകൾ ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പാറ്, റിഡംഷൻ അറ്റ് പ്രീമിയം, ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം. അതുപോലെ തന്നെ 6th കേസ് ഡിബഞ്ചർ ഇഷ്യൂ അറ്റ് പ്രീമിയം, റിഡംഷൻ അറ്റ് പ്രീമിയം. ഓക്കെ, ഈ 6 കേസുകളും നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ 6 കേസുകൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി.